കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നമുക്ക് ചുറ്റിലും പലരും. പരസ്പരം യോജിച്ചു പോവാൻ കഴിയാത്തൊരവസ്ഥ വന്ന് വേർപിരിയുന്ന ഒരു സിറ്റുവേഷനിൽ വരെയാണ് ഇന്ന് ഈ സമൂഹത്തിൽ ഒരുപാട് ഫാമിലീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവരുടെ കുട്ടികൾക്കായിരിക്കും ആയിരിക്കും, അല്ലെ? കുറെ അധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം പ്രശ്നങ്ങളെല്ലാം നമ്മളുടെ കയ്യിൽ തന്നെ ഒതുങ്ങുന്നതാണ്. ഇവിടെ രണ്ടുപേരുടെ ഭാഗത്തും ചിലപ്പോൾ തെറ്റുണ്ടാവും, പക്ഷെ ആരും പരസ്പരം സമ്മതിച്ചു കൊടുക്കില്ല. ഈഗോ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ കുടുംബജീവിതത്തെ ബാധിക്കുന്നത്. അപ്പൊ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരാൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ എന്ന്. ഈ പറയുന്ന ഒരാൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഒരു വ്യക്തി മാറാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും തനിയെ മാറി വരും. ഒരാൾ ഇവിടുന്ന് എത്രമാത്രം പ്രഷർ കൊടുക്കുന്നുവോ അതിന്റെ ഇരട്ടിയായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഇപ്പൊ ലേഡീസിന്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് പരാതി പറച്ചിലുണ്ടാവും, അല്ലെ? എന്നെ വേണ്ട പോലെ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ പുറത്തു കൊണ്ടുപോകുന്നില്ല, എനിക്ക് വേണ്ടത് വാങ്ങിച്ചു തരുന്നില്ല എന്നുള്ള ഒരുപാട് പരാതികൾ പറച്ചിലുണ്ടാവും. ഇനി ഇതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആണെങ്കിൽ കൂടി വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി പറയും. ഇനി ജെൻസിന്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിലോ, എനിക്ക് വീട്ടിൽ വരുമ്പോൾ സമാധാനം തരുന്നില്ല, എനിക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരല്പം സമാധാനം വേണ്ടത് അതെനിക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി പറച്ചിലും ഉണ്ടാവും. സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഒരിക്കലും പ്രശ്നങ്ങളെ വലുതാക്കി കാണില്ല. പരസ്പരം കേൾക്കാൻ തയ്യാറാവുക എന്നത് വലിയൊരു കാര്യമാണ്. ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെ പരസ്പരം പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വില്ലനാണ് ദേഷ്യം. ദേഷ്യപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ അനാവശ്യ കാര്യത്തിനും ആവശ്യമുള്ള കാര്യത്തിനും എല്ലാം പെട്ടെന്ന് ദേഷ്യപ്പെടും. എടുത്തു ചാടിയിട്ടുള്ള ഒരു ദേഷ്യം, ആ ദേഷ്യമാണ് പലരുടെയും പ്രശ്നം. ആ പ്രശ്നം കൊണ്ട് ഒരുപാട് ജീവിതങ്ങൾ പല വഴിയിലായി പോയിട്ടുമുണ്ട്. ദേഷ്യപ്പെടുക എന്ന് പറയുന്ന ഒരു സന്ദർഭം അവിടെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മെല്ലെ എസ്കേപ്പ് ആവാൻ നോക്കുക. അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. കാരണം വലിയ വലിയ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണം. ദേഷ്യം വരുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാനൊരു ടെക്നിക്ക് ഉണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് ഫ്രീ ആയിരുന്ന് നമുക്ക് ഡീപ്പ് ബ്രീത്ത് എടുക്കാം. കാര്യങ്ങൾ എടുത്തു ചാടി പറയാതിരിക്കുക. അതായത് സന്ദർഭവും അവസരം എല്ലാം നോക്കിയിട്ട് മാത്രം കാര്യങ്ങൾ സംസാരിക്കുക. പരസ്പരം കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം എല്ലാ പ്രശ്നങ്ങളും അവിടെ സോൾവ് ആവും. എന്നാൽ ദേഷ്യം പ്രകടിപ്പിക്കുകയും വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ അറിയാത്തവരുടെയും ജീവിതത്തിലാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പരസ്പരം സപ്പോർട്ട് ചെയ്തും സ്നേഹത്തോടെയും കാര്യങ്ങൾ സംസാരിച്ചും പോകുന്ന ലൈഫിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും അവർക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതൊന്നും ഇല്ലാത്ത ജീവിതത്തിലാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ലൈഫിൽ ഹാപ്പി ആയിട്ട് തന്നെ പോകാൻ സാധിക്കും. നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ സ്വയം മനസ്സിരുത്തി ഇതൊക്കെ വേണ്ടതല്ലേ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. വേണ്ട കാര്യങ്ങൾ മാത്രം മൈൻഡിലേക്ക് വെക്കുക. ബാക്കിയുള്ളതെല്ലാം നമ്മൾക്ക് അവിടെ ക്യാൻസൽ അടിച്ച് പുറത്തേക്ക് തള്ളിക്കളയാം.